ഇന്നത്തെ നമ്മുടെ ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്പം താമസിച്ചാണ് തുടങ്ങിയത്. സമയത്തിന് ഓട്ടോ കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ പോയി ആളെ എടുക്കേണ്ട പോകുന്നത് താമസിച്ചു. ഹല്ലേലൂയ. അല്പം നമ്മൾ ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പോട്ട് പോകും. നിങ്ങൾ ദയവായി
ക്ഷമയോടിരിക്കണം. ആമേൻ ഹല്ലേലൂയ. ചില ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്ക് ദൈവനാമത്തിലൂടെ ചെയ്യാറുണ്ട്. ആമേൻ ആ കാര്യങ്ങളിലൂടെ ചെയ്തതിന് ശേഷമേ നിങ്ങൾ കടന്നു പോകാവൂ. എങ്കിലും നമ്മൾ ചെയ്തു വരുന്നതായി കുറയ്ക്കുന്നില്ല. ഇന്ന് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ ദൈവമക്കൾ, ദൈവദാസന്മാർ, ആമേൻ സഹോദരങ്ങൾ, ആമേൻ ഇന്ന് ആമേൻ ഹല്ലേലൂയ നമ്മുടെ മധ്യനായിരിക്കുന്ന മത്തായി സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് ആമേൻ ഹല്ലേലൂയ ഏകദേശം ഒരു ആമേൻ ഇന്നതിന് വേണ്ടി സമയമില്ല, ഒരു 5 മിനിറ്റ് താൻ കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന നിയോഗം അനുസരിച്ച് ആമേൻ ആ കർത്താവിൻ്റെ നാമം ആമേൻ ഇവിടെ പ്രഘോഷിപ്പിക്കാനിടയായി തീരും. നമുക്ക് ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ തന്നെ മുൻപോട്ട് കിടക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ടതായ ഈ ഐക്യക്കൂട്ടത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിന്റെ പരിധി കൊണ്ട് ഇവിടെ അയക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വേഗം പെരുന്നാൾ യേശുനാഥ് ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ഐക്യക്കൂട്ടായ്മ മുഖാന്തരം എൻ്റെ ഒരു മനസ്സിലെ ഒരു ഉദ്ദേശമാണ് ഇരുട്ടിൽ കിടക്കുന്നതായ അനേകർ ദൈവസ്തോത്രത്തിൽ വെളിച്ചം കാണണം. ദൈവസ്തോത്രം അത് മാത്രമല്ല, ദൈവസ്തോത്രം ചെയ്യുന്നു. സത്യം എന്താണെന്ന് അറിയാത്ത വ്യക്തികൾ സത്യത്തിലേക്ക് തിരിച്ചു വരണം. ഹിന്ദുക്കളുടെ ഒരു പുരാണമായ ബഗദ്ദാദ് ഉപനിഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അസതോപ സത്ഗമയ, തമസോപ ജ്യോതിർഗമയ, മൃത്യുഗമ അമൃതംഗമയ. ഇതിന് സത്യം അറിയാവുന്ന പല ഹിന്ദുക്കളുണ്ട്. പക്ഷേ അവർ മറ്റുള്ളതാക്കുന്ന വ്യക്തികൾ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഗലാത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: സ്വാതന്ത്ര്യമായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽപ്പിൻ, ഇനിയും അടിമത്വത്തിൽ കുടുങ്ങിപ്പോകരുത്. ഈ ലോകത്തിൽ പലവിധമായിട്ട് അടിമതുകങ്ങളുണ്ട്. പാപത്തിന്റെ അടിമതുകം, രോഗത്തിന്റെ അടിമതുകം, വ്യർത്ഥമായിരിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിമതുകം, മരണത്തിന്റെ അടിമതുകം, ഇങ്ങനെ വിവിധമായിരിക്കുന്ന അടിമതുകങ്ങളുണ്ട്. അതിലൊക്കെ നിങ്ങൾ കുടുങ്ങിപ്പോരെന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അസുഖമ സംഗമയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് വരണം. യേശു പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണം. യേശു പറഞ്ഞു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മൃത്യുഗമ അമൃതംഗമയ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരണം. യേശു പറഞ്ഞു: ഞാൻ തന്നെ പൂർണ്ണത്വവും ജീവനുമാകുന്നു. ഒരു വേദവാക്യം വാക്കിക്കൊണ്ട് സമയത്തിന്റെ പരിധിയുള്ള ഞാൻ പെട്ടെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8:24 വാക്യം. റോമർ 8:24. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ദൈവസ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയിൽ കോരിന്തിൽ വെച്ചാണ് റോമാലേഖനം എഴുതുന്നത്. AD 58 കാലഘട്ടങ്ങളിൽ. ഈ വാക്യത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സമയമില്ല. അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്നതായിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് സമയമില്ല. ഒന്ന്, കാണപ്പെടുന്ന പ്രത്യാശ. 2, കാണപ്പെടാത്ത പ്രത്യാശ. ദൈവസ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഭൂമിയിലുള്ളതായിരിക്കുന്ന ഒരു 80% മനുഷ്യരും കാണപ്പെടുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവസ്തോത്രം ചെയ്യുന്നു, നല്ല വിദ്യാഭ്യാസം നേടുക, നല്ല ജോലി നേടുക, നല്ല രീതിയിൽ ജീവിക്കുക, നല്ല കെട്ടിടങ്ങൾ പണിയുക, ഏറ്റവും സുന്ദരമായി ജീവിക്കുക. അങ്ങനെ കാണപ്പെടുന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഇന്ന് കൂടുതൽ മനുഷ്യരും ജീവിക്കുന്നത്. ഈ വാക്യം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്ത വാക്യമാണ്. ദൈവസ്തോത്രം, ഞാനിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ടച്ച് ചെയ്ത വാക്യങ്ങൾ ഞാൻ അവിടെ നിർത്തിയിട്ട് അവർ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇന്ന് കാണപ്പെടുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവസ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ, ദൈവസ്തോത്രം, പെന്തക്കോസ്തുകാർ വരെയും ദൈവസ്തോത്രം ചെയ്യുന്നു. എന്തിനേറെ പറയും, ദൈവദാസന്മാർ പറയും ദൈവസ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാണപ്പെടുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാൽ കാണപ്പെടുന്ന പ്രത്യാശ എന്ന് പറയുമ്പോൾ മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ദൈവസ്തോത്രം കാണപ്പെടാത്ത ഒരു പ്രത്യാശയുണ്ട്. ദൈവസ്തോത്രം ചെയ്യുന്നു. അത് ദൈവസ്തോത്രം ചെയ്യുന്നു. അത് അപ്പോസ്തലനായ പൗലോസ് ഈ റോമലേഖനം എഴുതാൻ കാരണം ദൈവസ്തോത്രം ചെയ്യുന്നു. കോരിന്തിലുള്ള ജനങ്ങൾ ദൈവസ്തോത്രം ചെയ്യുന്നു കാണപ്പെടാത്ത പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിച്ച വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് ദൈവസ്തോത്രം ചെയ്യുന്നു കാണപ്പെടാത്ത പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവസ്തോത്രം ചെയ്യുന്നു. കോരിന്തിലുള്ള ജനങ്ങൾ ജീവിച്ചപ്പോൾ ദൈവസ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശയല്ല ശരി സ്തോത്രം ചെയ്യുന്നു. കാണപ്പെടാത്തൊരു പ്രത്യാശയുണ്ട്. അത് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവസ്തോത്രം അപ്പോസ്തലനായ പൗലോസ് ദൈവസ്തോത്രം ചെയ്യുന്നു. കോരിന്ത്യർക്ക് ലേഖനം 1 കോരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം എഴുതിയ
അപ്പോൾ ഒന്ന് ലേഖനം 15-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. അവിടെ താഴോട്ട് വരുമ്പോൾ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ബാണശാസ്ത്രം, ഇങ്ങനെ 3 ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ കൂടെ പറയാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബാണശാസ്ത്രം എന്ന് പറയാൻ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ പറയുന്നതാക്കിയ വാക്കുകൾ അത് ദൈവമായാലും ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു, ഭൗതികമാക്കിയ വാക്കുകളായാലും ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. അത് ദൈവസ്വാതന്ത്ര്യം ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നു, അങ്ങനെ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. ദൈവദാസന്മാർ ദൈവസ്വാതന്ത്ര്യം പറയുന്നതാക്കിയ വാക്കുകൾ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നെങ്കിൽ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. ആ വാക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുമ്പോൾ സ്വാതന്ത്ര്യം, അവിടെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്, അവിടെയാണ് ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇരുട്ടുമാർ വെളിച്ചം വരുന്നത്, അപ്പോൾ ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. കാണപ്പെടാത്ത പ്രത്യാശ എന്ന് പറഞ്ഞ ദൈവസ്വാതന്ത്ര്യം ചെയ്യും. മരണത്തിനപ്പുറമായ ഒരു പ്രത്യാശ ദൈവസ്വാതന്ത്ര്യം ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദൈവസ്വാതന്ത്ര്യം ചെയ്യുന്നു. യേശു ക്രിസ്തു ലോകസ്വാതന്ത്ര്യം ചെയ്യുന്നു ഉണ്ടായിരുന്നു. ഈ 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉള്ള വ്യക്തികൾ നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. യേശു ക്രിസ്തു 3.5 വർഷം തന്റെ ശുശ്രൂഷ ചെയ്തു. യേശു ക്രിസ്തു മരിച്ചു, യേശു ക്രിസ്തു അടക്കപ്പെട്ടു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇതൊക്കെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. കാണപ്പെടാത്ത പ്രത്യാശയാണ് സ്വാതന്ത്ര്യം. അതുപോലെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. മനുഷ്യൻ മരിച്ചാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു, വീണ്ടും സ്വാതന്ത്ര്യം ചെയ്യും, പുനരുത്ഥാനം പ്രാപിക്കും, അതുപോലെ രൂപാന്തരം പ്രാപിക്കും. രൂപാന്തരത്തെ കുറിച്ച് പറയണമെന്ന് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഒത്തിരി തമിഴ് മടിക്കും. ഒറ്റ വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. രൂപത്തിന്റെ മാറ്റമാണ് രൂപാന്തരം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഈ രൂപം മാറി വേറെ രൂപം വരുന്നു എന്ന് വെച്ചാൽ ഈ രൂപം സ്വാതന്ത്ര്യം ചെയ്യുന്നു. മുകളിലേക്ക് പോവുകയില്ല, എന്നാൽ മുകളിലേക്ക് പോകുന്ന രൂപം മാറും, അതുപോലെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പറയണമെന്ന് സ്വാതന്ത്ര്യം ചെയ്യും. സമയം വെച്ച് പറയുന്നത് മാത്രമേ പറ്റുള്ളൂ. സമയം കൊണ്ട് അവസാനിക്കാനാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. നാം കാണപ്പെടുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു. കാണപ്പെടാപ്പെടുന്ന പ്രത്യാശ അവസാനിക്കാൻ പോകുന്ന അതിന്റെ കാരണം എന്ന് പറയാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇരുട്ട് ഭൂമിയെ വ്യാപരിക്കുകയാണ് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇന്ന് നടക്കുന്നതായിരിക്കുന്നതായ ഈ കൊലപാതകം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഇരുട്ട് ഭൂമിയെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം. മത്തായി സുവിശേഷം 4:14 ബാക്കി വായിക്കും സ്വാതന്ത്ര്യം ചെയ്യുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇരുട്ടിൽ കിടന്ന ജനം സ്വാതന്ത്ര്യം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം ചെയ്യുന്നു. മലാക്കി പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷ അവസാനിച്ചു കഴിയുമ്പോൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. 400 വർഷം സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഇരുട്ടായിരുന്നു, ആരും തന്നെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ദൈവം പറയാൻ ആരും ഇല്ലായിരുന്നു, അങ്ങനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഈ ഭൂമി ഇരുട്ട് വ്യാപരിക്കും, അന്ധകാരം വ്യാപരിക്കും. സ്വാതന്ത്ര്യം വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇരുണ്ട സ്വാതന്ത്ര്യം, സൂര്യൻ സ്വാതന്ത്ര്യം, കരമ്പടം പോലെ ഇരുട്ട് പോകാനുള്ള കാലഘട്ടം സ്വാതന്ത്ര്യം ചെയ്യുന്നു. അടുത്തു വരെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഈ ലോകത്ത് നടത്താൻ സാധിക്കുന്ന കൊല്ലും കൊലയും കൊലപാതകം സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഇരുട്ടിന്റെ ശക്തി പ്രാപിച്ചു വരാൻ സ്വാതന്ത്ര്യം ചെയ്യും, അതുകൊണ്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഈ വായിച്ചാൽ കുറുകാതി സ്വാതന്ത്ര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഞാൻ ദിവസങ്ങളായി സ്വാതന്ത്ര്യം ഈ ഒറ്റ വാക്യം സ്വാതന്ത്ര്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഞാൻ ഈ സ്വാതന്ത്ര്യം ദൈവം വായിക്കും സ്വാതന്ത്ര്യം, എന്നെ ടച്ച് ചെയ്യുന്ന വാക്യം സ്വാതന്ത്ര്യം നിർത്തി സ്വാതന്ത്ര്യം ചെയ്യുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി സ്വാതന്ത്ര്യം ചെയ്യും. എന്താണ് ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്നു, എന്താണ് ഭൂമിയിൽ വരാൻ പോകുന്ന സ്വാതന്ത്ര്യം, അത് സ്വാതന്ത്ര്യം പഠിച്ച സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഞാൻ സ്വാതന്ത്ര്യം ഹിന്ദുക്കളോട് സംസാരിക്കുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്നു, നമുക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഹിന്ദുക്കൾ നമ്മൾ സ്വാതന്ത്ര്യം പെന്തക്കോസ്തുകാരോ ക്രിസ്ത്യാനികളുടെ സ്വാതന്ത്ര്യം നമ്മൾ സംസാരിച്ച അവർ ദൈവത്തിന് സ്വാതന്ത്ര്യം വില കൊടുക്കുകയില്ല. നമ്മൾ ഹിന്ദുക്കളോട് സംസാരിച്ച അവർ സ്വാതന്ത്ര്യം ചെയ്യും, ദൈവത്തിന് വില കൊടുക്കുന്ന സ്വാതന്ത്ര്യം അവരോട് ഞാൻ സംസാരിക്കുന്ന സ്വാതന്ത്ര്യം അതുകൊണ്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ലോകത്തെ ഇരുട്ടി വ്യാപരിക്കാൻ പോവുകയാണ് സ്വാതന്ത്ര്യം, അതുകൊണ്ട് സ്വാതന്ത്ര്യം നാം കാണപ്പെടുന്ന സ്വാതന്ത്ര്യം പ്രത്യാശയ്ക്ക് വേണ്ടി ഒരിക്കലും ജീവിക്കാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു. കാണപ്പെടാത്തൊരു പ്രത്യാശ സ്വാതന്ത്ര്യം ചെയ്യും. നമ്മുടെ സ്വാതന്ത്ര്യം മരണത്തിന് ശേഷം സ്വാതന്ത്ര്യം ചെയ്യും, നിത്യമായ പ്രത്യാശ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ആ പ്രത്യാശ നമ്മൾ പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. ദിവസം അനുവദിച്ച സമയത്ത് ഞാൻ സ്വാതന്ത്ര്യം നന്ദി പറഞ്ഞു. ഞാൻ ബാക്കിയുള്ള ദൈവം സഹായിക്കാനായിട്ട് ആമേൻ. അല്പസമയം കൊണ്ട് നല്ലൊരു ചിന്ത കർത്താവ് ആമീൻ തന്റെ ദാസന് കൂടി കർത്താവ് കൊടുത്തതായി നന്ദി പറഞ്ഞാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പിന്നെയും കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. കാണുന്നതല്ല കാണാത്തതിനെ നോക്കി ഞങ്ങൾ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളാരും അമേരിക്ക പോയിട്ടില്ലല്ലോ. ഒരു ഉദാഹരണം പറയാം, നമ്മളാരും അമേരിക്ക പോയിട്ടില്ലല്ലോ. അമേരിക്ക എന്ന് പറയുന്ന സ്ഥലം ഉണ്ടോ? ഉണ്ട്. അമേരിക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആമീൻ. ചിലരൊക്കെ അവിടെ പോയിട്ടുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ആ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമീൻ. സ്വർഗ്ഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ചില ഭക്തന്മാർ അവിടെ പോയിട്ടുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ഞാനും അവിടെ പോകും എന്നുള്ള ഒരു പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നല്ല സന്ദേശം പറഞ്ഞതിനായി നന്ദി പറയുന്നു. തുടർന്നും നമുക്ക് ദൈവവചനം ആമീൻ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ഓട്ടുമലന്ന് കടന്നു വന്ന ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തൻ മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള സമയങ്ങൾ ആമീൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് ഷെയർ ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ ഇടയായിത്തീരട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയം നമ്മുടെ മുന്നിൽ അധികം ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ഒരു നിമിഷം നമ്മൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, കർത്താവേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നൽകപ്പെട്ട ദൈവവചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, അവനിതിൽ കൂടി അല്പമായി അങ്ങയുടെ ആഴമാർന്ന വചനത്തിന്റെ സത്യം മനസ്സിലാക്കുവാൻ സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കണമേ. വായിച്ച വചനം കർത്താവേ, ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് പ്രയോജനകരമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണം. ശുശ്രൂഷ പാടിനെ ശക്തീകരിക്കണം. പ്രത്യേകാല ഈ മീറ്റിംഗിലേക്ക് നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ വിശുദ്ധ ദാസനായ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ഐക്യ കൂട്ടായ്മയിൽ ഇതുവരെയും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും നമ്മുടെ ഈ സംവിധാനത്തിൽ കൂടെ എൻ്റെ മൊബൈലിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. ഞാൻ എടുത്ത് നോക്കാറുണ്ട്. ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഒഴിവില്ലാത്തൊരു ദിവസമാണ്. എന്നാൽ ഇന്ന് ഒഴിവ് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരാൻ ഇടയായത്. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ നടത്തപ്പെടുന്നതായ മുട്ടറയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന മീറ്റിങ്ങിലൊക്കെ എനിക്ക് കടന്നു പോകാൻ ഇടയായിട്ടുണ്ട്. കൂടുതലൊന്നും വന്നിട്ടില്ല എങ്കിലും ഒന്നിലധികം പ്രാവശ്യം കടന്നു വന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ സർവകൃപാലുവായ അടിയനെ സഹായിച്ചിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ കർത്താവിന്റെ ദാസന് കൊടുത്ത ഈ ദൈവത്തിൻ്റെതായ അല്ലെങ്കിൽ തന്നെ ജീവിതത്തിലുള്ള വലിയൊരു കാഴ്ചപ്പാടിനെ ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് വിരളമാകുന്ന ഈ ദൈവ സന്ദേശം ഇങ്ങനെ ക്രമീകരിക്കാൻ മനസ്സിലാത്ത മനുഷ്യന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവദാസന് ദൈവം തന്റെ ഹൃദയത്തിനകത്ത് കൊടുത്ത വലിയ ആവേശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഊട്ടുമലയത്തേക്ക് കടന്നു വരാറുണ്ട്. അവിടെ കടന്നു വരാറുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനിടയായിട്ടുണ്ട്. ഇന്ന് ഈ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെയോ തിടുക്കവും അതിൻ്റെ ആവശ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മീറ്റിംഗ് ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണം, ആശ്വാസമായി തീരണം, വിടുതൽ പ്രാപിക്കണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വെറുതെ കടന്നു വന്നു നമ്മളിപ്പോൾ ആയിരിക്കേണ്ട നിമിഷങ്ങൾ, ആ സമയങ്ങൾ മാറ്റിവെച്ചിട്ട്, ഭവനത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഇവിടെ തിടുക്കത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വന്നത് വെറുതെ ആകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. സ്തോത്രം. അങ്ങനെ ഇന്ന് രാത്രി ദൈവവചന സന്ദേശത്തിന് സമയം വേർതിരിച്ച കർത്തഭക്തന് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ദാസനെയും കുടുംബത്തെ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ ഇച്ചിരി മുമ്പ് ഒരു പാട്ട് പാടുവാനുണ്ട്. ശ്രേഷ്ഠമായൊരു നാട്ടിൽ എൻ്റെ വാസമാക്കുക. പിന്നെ അടുത്തത് ശോഭയേറും വീടെനിക്ക് ആ ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്യുവാനും ആ ശോഭയുള്ള വീട്ടിൽ പാർക്കുവാനും പ്രത്യാശയോടെയാണ് നമ്മൾ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. ചോദിച്ചല്ലോ, അവിടെ ആരും മൗനമായി ഇരിക്കരുത്. എന്നെ സംബന്ധിച്ച് ദൈവം നമുക്ക് തന്ന ആയുസ്, ആരോഗ്യം, ശരീരത്തിന് തന്ന സൗഖ്യം, ഇതെല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നേരത്തെ നമ്മൾ ഒരുമിച്ച് പാടിയ ആ പാട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. ആ ശ്രേഷ്ഠമേറിയ നാട്ടിൽ ചെന്ന് ചേരുക, ഇത് ഇത്രയും നമുക്ക് ദൈവം തന്ന ദൈവത്തിന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തേ പറ്റൂ. ഇതൊക്കെ പറ്റും, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറ്റത്തില്ല. എങ്കിലും ഈ കർത്താവിന്റെ ദാസനും കൂടെ ദൈവം കൊടുത്ത വലിയ പ്രത്യാശ എന്നെ ഞങ്ങളെ പലപ്പോഴും ചെയ്ത് ഇന്ന് പകലും ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചതാണ്. അപ്പൊ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. പലപ്പോഴായി പ്രസംഗിച്ച് കേട്ടതായ ഈ വാക്യത്തിനകത്ത് ഇനി എന്താണ് പറയാനുള്ളത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ആ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കൂടെ ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടെ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ച് ദൈവസന്നിധിയിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിൻ്റെതായ എഴുത്തുകാരനെ കുറിച്ചൊന്നും അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ് സമയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. വിശ്വാസം എന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമലേഖനം നമ്മൾ 10-ാമത്തെ 17-ാമത്തെ വാക്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും തന്നെ. നാം ഇന്ന് പ്രാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം ഞാൻ ഇങ്ങനെ പറയുകയുള്ളൂ.
ആകെ വിശ്വാസം ഇതെന്റെ കേൾവിയാലാണ്. എന്താണ് ഞാൻ കേട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ കേട്ടു, അത് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങി. ആ വിശ്വാസമാണ് എന്നെ ഇവിടെ ഇന്ന് എത്തിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ തന്നെ നാം ഓരോരുത്തരും ആയിരിക്കുന്നുവെങ്കിൽ ഈ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്തുവാൻ ഇടയാകും. അപ്പോൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ചൊന്ന് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എന്നിട്ട് എന്റെ സമയത്തിനുള്ളിൽ ഞാൻ ഇരിപ്പാനും താല്പര്യപ്പെടുകയാണ്. നമ്മള് റോമലേഖനം, ഈ വാക്യം വായിക്കണേ. റോമലേഖനം അതിന്റെ 4-ാം അധ്യായം 18 മുതലാണ് വായിച്ചത്. നിന്റെ സന്തതി ഈ വണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നും അവൻ ആശിക്കുന്നു. വിരോധമായി ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ജയിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്താൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അബ്രഹാം ക്ഷീണിച്ചില്ല. അബ്രഹാമിന്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുവാനിടയായത്. ആ 18-ാമത്തെ വാക്യത്തിൽ തന്നെ തന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഉറപ്പിനെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അബ്രഹാം അവിടെയാണ് ദൈവശബ്ദം കേട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവം പറഞ്ഞ അതേ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലോട് പ്രാരംഭത്തിൽ ഞാൻ പറയുകയാണ്, ദൈവം എന്തു പറയുന്നുവോ അത് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറപടിയായി അത് കിട്ടിക്കൊണ്ടേയിരിക്കും. ദൈവം നമ്മെ വിളിച്ചിറക്കുമ്പോൾ സാഹചര്യങ്ങൾ പറഞ്ഞു നാം പലരും പിന്മാറാറുണ്ട്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ഓടിച്ചു 1-2 കാര്യം പറയാം. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും വളരെ സമ്പന്നനായ ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് അബ്രഹാം എന്ന് ഈ ദൈവവചന പഠനത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കാനിടയുടെ. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കായികാഭ്യാസികളായ 318 പേരും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ 318 പേരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സമ്പദ് സമൃദ്ധിയുടെയും ഇദ്ദേഹത്തിന്റെ കന്നുകാലിയുടെ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ എടുത്ത ഇതെല്ലാം നോക്കി കാണുവാനും അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ജനസംഖ്യയുള്ള ഒരു കുടുംബത്തെ പോറ്റുവണമെങ്കിൽ സാമ്പത്തികപരമായി ഉന്നതങ്ങളിലുള്ള വ്യക്തിയാണ്. സാമ്പത്തികപരമായ ഉന്നതങ്ങളിലുള്ള വ്യക്തി മനസ്സിലാക്കണമെന്ന് ദൂത് ഞാൻ വെളിപ്പെടുത്തുകയാണ്. എത്ര സമ്പന്നനായിട്ടും പിതാവായ ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ എല്ലാം അടിയണമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമെന്ന് അനുസരിക്കുന്ന ഒരു മനോഭാവം തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഒരിക്കലും താൻ ഇനി നടക്കത്തില്ല എന്ന് വിധിയെഴുതി വെച്ച ചില വിഷയത്തിന് ദൈവം ആണയിട്ട് അക്കമിട്ട് മറുപടി പറഞ്ഞു കൊടുത്ത് ഇത് ഞാൻ നിനക്ക് തരുമെന്ന് പറയും. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. എനിക്ക് അബ്രഹാമിനെ കുറിച്ച് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയാണ്. എന്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഞാൻ 4ാം തലമുറക്കാരനാണ് ക്രിസ്തീയ ഭാഗത്ത് തന്നെ. എങ്കിലും വിശ്വാസ സത്യം സത്യമായി അറിയാൻ വയ്യാതെ നടന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമാണ് വിശ്വാസത്തിന്റെ വചനത്തിന്റെ സത്യം മനസ്സിലാക്കിയപ്പോൾ ഭവനത്തിൻ്റെതായ നാമതയ ആരാധനകൾ വിട്ടിട്ട് യഥാർത്ഥമായി ക്രിസ്തുവിനെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ വചനപ്രകാരം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ ഒരു നിമിഷമുണ്ടായിരുന്നു. ഞാൻ വളരെ ഭാരപ്പെട്ട് എന്റെ ഭവനത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന് അല്പമായി ദൈവത്തോട് ഞാൻ ചോദിച്ച് ഞാൻ ഇത് അനുസരിക്കാൻ തയ്യാറാണ്. വചനം എന്നെ ഇങ്ങനെ ഉറപ്പിക്കുന്നത് കൊണ്ട് എന്തെല്ലാം വന്നാലും ശരി ഇനി നിന്നിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ഇരുന്ന് അല്പമായി മയങ്ങിയപ്പോൾ എന്റെ ദൈവം എന്നോട് സംസാരിച്ച് ഇങ്ങനെയാണ്, അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ഞാനാണ്.
നിന്നെയും ഞാൻ വിളിച്ചുറക്കിയിരിക്കുന്നു. നീ ധൈര്യമായി എന്റെ കൂടെ നില്ല് എന്നൊരു ഉറപ്പെനിക്ക് തന്നതുകൊണ്ടാണ് ഇന്നേക്ക് 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങി തിരിഞ്ഞിട്ട്. അതാണ് ഈ വിശ്വാസത്തെ കുറിച്ച് ഇത്ര ഉറച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അബ്രഹാമിന്റെ ജീവിതത്തില് തനിക്ക് ദൈവത്തോടുള്ള ആ വിശ്വാസം അത് ഒരിക്കലും അദ്ദേഹം വിട്ടുകളഞ്ഞില്ല. പലപ്പോഴും ചില സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു, ചില പ്രതികൂല സന്ദർഭങ്ങൾ കടന്നു വന്നു. എന്നാൽ അവിടെയൊന്നും പതറാതെ വിളിച്ചവന്റെ ശബ്ദത്തിന്റെ മുന്നിൽ അനുസരണയോട് നടക്കുകയാണ്. നമുക്ക് പറ്റാത്ത ഏറ്റവും വലിയൊരു വിഷയം അതാണ്, അനുസരിക്കാൻ വയ്യാത്തൊരു വിഷയം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സമ്പന്നനായ അബ്രഹാം അനുസരിക്കുന്നുവെങ്കിൽ നമ്മള് യോനയുടെ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ അവിടെ ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിന്റെ ചെവിയിൽ അത് എത്തിയപ്പോൾ രാജാവ് രാജസിംഹാസനത്തിൽ എഴുന്നേറ്റിട്ട് രാജകീയ വസ്ത്രം ഊരിവെച്ച് അവൻ പിന്നെ രട്ടുകൊടുത്തുകൊണ്ട് വെണ്ണേറിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. നമുക്ക് നമ്മുടേതായ, നിങ്ങളത് ചിന്തിച്ച, റെഡ് എന്ന് പറഞ്ഞ ചാക്ക് കൊണ്ടുള്ള വസ്ത്രമാണ്. ഈ ചാക്ക് കൊണ്ടുള്ള ഒരു വസ്ത്രം നമുക്കൊന്ന് തന്നു കഴിഞ്ഞാൽ ആ യോസഫ് വെച്ചാൽ നമ്മൾ എത്ര മണിക്കൂർ ഉപയോഗിക്കും? 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. രാജാവ് രാജസിംഹാസനത്തിൽ എഴുന്നേറ്റു. കാരണം മുന്നിലുള്ള വിഷയം അതാ. വിഷയത്തിന് വിടുതൽ വേണമെങ്കിൽ ചിലത് നമ്മളൊക്കെ ചെയ്തെങ്കിലേ മതിയാവുകയുള്ളൂ. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുകയുള്ളൂ, അല്ലാതെ ദൈവം പ്രവർത്തിക്കത്തില്ല. ഒരിക്കൽ ഏലീശ ഇങ്ങനെ ഏലിയാവിനോട് ചോദിച്ചു, നിന്റെ ഞാൻ എന്ത് തരണമെന്ന് ചോദിച്ചാൽ നിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരട്ടി പങ്കൊക്കെ ഞാൻ തരാം, പക്ഷേ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണണം. നീ പറഞ്ഞത് നല്ലതാണ്, നീ ചോദിച്ചത് നല്ലതാണ്, പക്ഷെ കണ്ടീഷൻ ഇതാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ ഇത് നിനക്ക് ലഭിക്കുവാനിടയാവും. എന്റെ ഭാവനയിൽ ഞാൻ പറയാം, അന്ന് മുതൽ ഏലീശ ഈ പറഞ്ഞിട്ട് ഉടനെ നടന്ന സംഭവമല്ല അത്. ഇവിടെ അവിടെ പഠിക്കണം, അവിടെ ഉടനെ നടന്ന സംഭവമില്ല. ഏലിയാവ് എങ്ങോട്ടെല്ലാം പോകുന്നു, ഏലീശ കൂടെ പോവാ. കാര്യം കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇത് നടക്കുകയുള്ളൂ. ആ ബലം പ്രാപിക്കണമെങ്കിൽ ഇത് നേരിട്ട് കാണാം. ഏലീശയുടെ ബന്ധപ്പാടൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഇന്ന് രാത്രി നമ്മളിവിടെ കടന്നു വന്നത് തന്നെ പല ബന്ധപ്പാടോടുകൂടിയാണ്. ഈ ബന്ധപ്പാടോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ ബന്ധപ്പാടിനെയൊക്കെ മാറ്റി ഒരു നല്ല ബലം പ്രാപിച്ച് നമ്മൾ കടന്നു പോകണം. എങ്കിൽ മാത്രമേ നമ്മൾ കടന്നു വന്നതുകൊണ്ട് പ്രയോജനമല്ലോ. നമ്മൾ ആ റോമലേഖനത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ആ 18-ാമത്തെ വാക്യം ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ചാൽ അപ്പോൾ പ്രസംഗിക്കുന്നതിന് അല്പം കുറവ് കിട്ടും. അങ്ങനെ നിർത്തി പറഞ്ഞു, നിന്റെ സന്തതി ഈ വണ്ണമാകും. നോക്കെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് ദൂത് ഞാൻ പറയാം. നിന്നെ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ മേലൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ചെയ്യുവാൻ എന്റെ ദൈവം സജ്ജനാണ്. ഈ കാര്യം അബ്രഹാമിനോട് പറയുമ്പോൾ തനിക്ക് തലമുറയില്ലാതിരിക്കുന്ന ഒരു നിമിഷമാണ്. അവനോട് പറയാണ്, നിന്റെ സന്തതി ഈ വണ്ണമാകും. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആ തലമുറകളെ ദൈവത്തിൻ്റെതായ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ഭാരപ്പെടേണ്ട ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ തയ്യാറായാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം അതുപോലെ തന്നെ ചെയ്യുവാൻ ദൈവം ബാധ്യസ്ഥനാണ്. അത് ആണ് ഇവിടെ അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുകയാണ്, നിന്റെ സന്തതി ഈ വണ്ണമാകും. അവന് സന്തതിക്ക് മാത്രമല്ല, അവനോടും പറഞ്ഞ് നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കുമെന്ന്. സന്തതി ഇല്ലാത്തവൻ പിതാവാകുന്നില്ല ഒരിക്കലും. മക്കളില്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അച്ഛൻ അമ്മയെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? തലമുറ ഉണ്ടെങ്കിലേ അത് പറയാൻ കഴിയുള്ളൂ. തലമുറയില്ലാത്ത ഭവനം അഡ്രസ് ഇല്ലാത്ത ഭവനമാണ് എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഈ 2 വ്യക്തികളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ദേശം അറിയത്തില്ല. തലമുറ ഉണ്ടെങ്കിൽ പറയും, ഇത് ഇന്ന വ്യക്തിയുടെ മകനാണ്, ഇന്ന വ്യക്തിയുടെ മകളാണെന്ന് പറയുവാനിടയാവും. അപ്പോൾ തലമുറ ഇല്ലാതിരിക്കുന്ന സമയത്ത് അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തത് അനുസരണയോടെ അത് ഏറ്റെടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. നീ ബഹുജാതികളുടെ പിതാവുമാണ്. അടുത്തത്, അവൻ ആശയ്ക്ക് വിരോധമായി എന്ന് പറഞ്ഞാൽ അവന് കുറെ ആശ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിൽ കുറെ ആശ ഉണ്ടായിരുന്നു. ദൈവശബ്ദം കേട്ടപ്പോൾ അവന്റെ ആശയം അവനങ്ങ് മാറ്റി.
അതിനെ അങ്ങ് വിരോധിച്ച് അതുമായിട്ടൊരു ബന്ധം വേണമെന്ന് വെച്ചു. ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും പല ആശകളാണ്. ഇന്ന രീതിയിൽ നമുക്ക് ആകണം, എന്റെ തലമുറ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകണം. ഈ ആശയം കൊണ്ട് നമ്മൾ സ്വപ്നം കണ്ട് നടക്കുകയാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട അബ്രഹാം നോക്കി തന്റെ ആശയെ അത് വിരോധമാക്കിക്കൊണ്ട് അതിനെ മാറ്റിട്ട് ദൈവം പറഞ്ഞ ആശയ്ക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്ന വിശ്വസിച്ച് യാത്ര ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ദൈവശബ്ദം കേട്ട ദൈവമക്കളോട് പറയാം, ദൈവത്തിന്റെ വാക്തത്വം നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ ആശയം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ആശയോട് അവൻ ദൈവം പറഞ്ഞ വാക്തത്വം ആശയോട് അതെനിക്ക് പ്രാപിക്കണം, അതെനിക്ക് ലഭിക്കണമെന്ന് ഉള്ള താല്പര്യത്തോടായിരിക്കുന്നുവെങ്കിൽ നിനക്ക് അതിന്റെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാനിടയാകും. കേട്ടത് ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവിടെ ദൈവത്തിന്റെ ആശ അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പ്രായം അവനൊരു വിഷയമല്ല. ഏകദേശം 100 വയസ്സ്. നമ്മൾ പഠിക്കുമ്പോൾ 100ാമത്തെ വയസ്സിൽ അവന് മകനെ കൊടുക്കുന്നത്. സാറയ്ക്ക് 90ാമത്തെ വയസ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടാം, സാറയ്ക്ക് 90 എത്രയായി? 89. അബ്രഹാമിന് 99 കൊടുക്കും. അവൻ അവിടെ ഇരുന്ന് അവനെ തന്നെ ഒന്ന് എന്ത് ചെയ്ത് ഒന്ന് പഠിക്കാൻ തുടങ്ങി. അവന്റെ ശരീരത്തെ അവനൊന്ന് പഠിച്ചു, അവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഒന്ന് പഠിച്ചു. തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം ഇനി എത്ര നാൾ നീണ്ടു നിൽക്കും? പക്ഷെ ആശ അതിനകത്തുണ്ട്. അവന്റെ ആശ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ കിടക്കുകയാണ്. പക്ഷെ അവന് ഒരു നിമിഷം അവന്റെ ശരീരത്തെ ഒന്ന് പഠിക്കാൻ തുടങ്ങി. അവൻ എന്നിട്ട് അവന്റെ ഭാര്യയെ ഒന്ന് പഠിക്കാൻ തുടങ്ങി. ഭാര്യയുടെ അവസ്ഥയെ കുറിച്ച് അവൻ ചിന്തിച്ചു. എങ്കിലും അവൻ എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കൊടുത്ത ഒരു വാഗ്ദത്തം മുറുകെ പിടിച്ചിരിക്കുക. അത് അവന്റെ വിശ്വാസമാണ്. അതാണ് വിശ്വാസം എന്ന് വാസിക്കുന്നതോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നേരത്തെ ബഹുമാന്യ ദേവദാസൻ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നമ്മളാരും കണ്ടിട്ടില്ല, എന്നാൽ അമേരിക്ക ഉണ്ട് എന്നതുപോലെയാണ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം. അവനത് അംഗീകരിക്കുന്നു, അത് അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് അവന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ്. വിശ്വാസ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമെ കാണുന്ന ഒരു വിശ്വാസ ജീവിതമല്ല വേണ്ടത്. അകമയെ നല്ലോണം ശോധന ചെയ്ത് വരുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ലേഖന കർത്താവ് പറയുന്നത് ഭക്തിയുടെ വേഷം കെട്ട് അതിന്റെ ശക്തിയെ ധരിച്ചു കളയുന്നവരായി മാറരുത്. യഥാർത്ഥമായ ഭക്തിയോട് യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടെ നാം നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ആ നിത്യതയാകുന്ന ആ ഭവനത്തിൽ നമുക്ക് ചെന്നു ചേരുവാനിടയാകും. ഇവിടെ തന്റെ ശരീരത്തിൻ്റെതായ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി, ഭാര്യയുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നില്ല. നമുക്ക് സാഹചര്യം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പ്രായം കുറയായി ഇനി വയ്യ, വന്നിരിക്കാൻ തറയിരിക്കാൻ വയ്യ, കസേരയിലിരിക്കാൻ വയ്യ. അമ്മ എന്ത് ചെയ്യാനാ? വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ എന്നെ എന്ത് ചെയ്യുന്നു? പുറകോട്ട് പിടിക്കുന്നു. ഞാൻ ഒന്ന് പറയട്ടെ, നമുക്ക് എഴുന്നേറ്റൊന്ന് നടക്കാൻ കഴിയുമെങ്കിൽ, നമുക്ക് അല്പം ഇരുന്നാലും കാല് നീട്ടിയാലും ഇരിക്കാൻ ഒരു അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ നാമത്തിൽ ഒരു കൂടിവരവുണ്ടെങ്കിൽ ഉപേക്ഷിക്കാതെ പോയാൽ അവൻ നാൾക്കുനാൾ നിന്റെ ശരീരത്തിന് ആരോഗ്യം തന്ന നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വരെ കൊണ്ടെത്തിക്കുമെന്റെ ദൈവം. അതാണ് നാം വിശ്വസിക്കുന്ന ദൈവം. സാഹചര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകാതെ സാഹചര്യങ്ങളെ മറികടന്ന് വരുവാൻ നാം താല്പര്യപ്പെടുന്നതെങ്കിൽ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. അവൻ ഒരു ദൈവബലിനെ കുറിച്ച് അവൻ നമ്മൾ പഠിക്കുമ്പോൾ അവൻ പല ദൈവദാസന്മാരും ഇങ്ങനെ പറയാറുണ്ട്. അവൻ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു മത്സ്യത്തിന്റെ സ്വഭാവമായിരിക്കണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മീകന്. ഒഴുക്കിനെതിരെ നീന്തുന്നവർ എന്താ പ്രതികൂലത്തെ തരണം ചെയ്ത് മുന്നോട്ട് കടന്നു പോകുന്നതാണ്. മത്സ്യത്തെ കുറിച്ച് പഠിച്ചാൽ അത് എവിടെ നിന്നാണ് ഒഴുക്ക് വരുന്നത്, അത് അങ്ങോട്ട് നീന്തുന്ന അവൻ ഒരു ജീവിയാണ്. അതാണ് മത്സ്യത്തെ കുറിച്ച് പറയുന്നത്. ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ എന്റെ വാക്കുകൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെ അദ്ദേഹം വിശ്വാസത്തിൽ ഇതുകൊണ്ട് ഒന്നും കണ്ടിട്ടൊന്നും ക്ഷീണിച്ചില്ല. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. സാഹചര്യങ്ങൾ നമ്മളെ പലപ്പോഴും നമ്മളെ വേട്ടയാടും. ശരീരം ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യത്തില്ല, നമ്മളെ അനുവദിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാത്തതായ മണ്ഡലങ്ങൾ വരും. എന്നാൽ ഇവിടെയെല്ലാം നമ്മൾ ഇതിനെ മറികടക്കുവാൻ തയ്യാറാക്കുക. വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാൽ നമ്മളെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
ഒരു കാര്യം കൂടെ ഇതിനോട് ചോദിച്ചു പറയട്ടെ. ഞാൻ നമ്മുടേതായ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ ശരീരം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? വേർതിരിക്കണം. ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനെ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം എന്നെ മീറ്റിങ്ങിന് ക്ഷണിച്ച് പോയാൽ അവിടെ എല്ലാം ഞാൻ ചെന്ന് ശ്രദ്ധിക്കും. നല്ല ചെറുപ്പക്കാരികളൊക്കെ ആരോഗ്യമുള്ളവരൊക്കെ പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവിടെയൊക്കെ അവർ അനുമാതിങ്ങനെ ഇരുന്ന് ഒരു കാഴ്ചക്കാരെ പോലെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ അവരോട് ഞാൻ പറയാറുണ്ട്, കർത്താവ് നിനക്ക് തന്ന ഈ ആരോഗ്യം നീ എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നു? അതല്ലെങ്കിൽ മറ്റൊരു കാര്യം പറയും, ദൈവാത്മാവ് അകത്തുള്ള മനുഷ്യൻ ഏത് മേഖലയിലായാലും ശരി അവനെന്ത് ചെയ്യും? ദൈവത്തിൽ മഹത്വപ്പെടുത്തും. ആരാധനയില് കയ്യടിക്കാതെ പാടാതെ നിൽക്കുന്ന ഒരു വ്യക്തി അവനെ വിശ്വാസിയാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അവന് ഭരിച്ചിരിക്കുന്ന ഒരു ആത്മാവ് അത് വേറെയാണ്. ദൈവാത്മാവ് ഭരിച്ചിരിക്കുന്നവൻ അവൻ ആരാധനയുടെ മധ്യേ മൗനമായിരിക്കുകയില്ല. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്. ഇന്ന് പലർക്കും അവിശ്വാസമാണ്. ഒരു വാഗ്ദത്തം കേട്ട് കഴിഞ്ഞാൽ നടക്കുമോ? ചിലരങ്ങനെയല്ല. വാഗ്ദത്തം കേട്ട് കഴിഞ്ഞാൽ അത് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കും. എന്നാൽ വാഗ്ദത്തം കേൾക്കുന്ന ദൈവം അതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കേൾക്കുന്ന വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുകയും വേണം. അതല്ലാതെ നീ വെറുതെ ഇരുന്നാൽ ഈ പറഞ്ഞ വാഗ്ദത്തം നിന്റെ മുന്നിൽ വരികയില്ല. എനിക്കൊരു മകനുണ്ട്, അവന് ഏകദേശം ഇപ്പോൾ 22 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ ജനിക്കുന്ന 2 വർഷത്തിന് മുമ്പേ ഇതുപോലെ ഒരു മീറ്റിംഗിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്, അടുത്ത നിനക്കൊരു ആൺതലമുറ തരുമെന്ന്. ആ നിമിഷത്തിൽ അവിടെ ഇരുന്ന് ഞാൻ അത് ഏറ്റെടുത്തു. അവിടെ ഇരുന്ന് എഴുതി, എന്റെ മകന് തരുന്ന പേര് ഇന്നത് ഞാൻ ഇടും, മത്യാസം. പിന്നെ 2 വർഷം കഴിഞ്ഞു അവന്റെ ജനനം. വാഗ്ദത്തം കേട്ടിട്ട് മൗനമായിരുന്നില്ല. കർത്താവ് അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ ഏറ്റെടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം എന്നെ അതിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കാനിടയായി. എന്റെ മകൾക്ക് അന്ന് 6 വയസ്സുണ്ട്. അവളോട് ഇത് പറഞ്ഞപ്പോൾ എന്റെ കുഞ്ഞനി എന്റെ പേരെന്താന്ന് ചോദിച്ചു. മത്യാസ് എന്ന് പറഞ്ഞു. അവളെ മത്യാസ് എന്ന സ്നേഹിലൊക്കെ എഴുതിക്കൊണ്ട് എന്റെ കുടുംബ വീട്ടിലും മറ്റടുത്ത വീടുകളിലെല്ലാം ചെന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞനിയുടെ പേര് മത്യാസ എന്ന് പറഞ്ഞ് കാണിച്ചു. എന്റെ സഭയിൽ കാണിച്ചു. എന്റെ ഭാര്യയുടെ വീട്ടിൽ, ഭാര്യ ഭർത്താമകാരിയാണ്, അവിടെ കാണും. അവരെല്ലാം എന്നോട് പറഞ്ഞു, ദൈവത്തെ നീ പരീക്ഷിക്കരുത്. വിശ്വാസത്തെ ഉറപ്പിക്കാനാണ് ഞാൻ എന്റെ അനുഭവം കൂടെ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്ക് മാറുകയില്ല, അത് അങ്ങനെ തന്നെ നടക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ മകൻ ആമൻ ഭൂമിയിലേക്ക് ജാതനായി വന്നു. അവൻ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, എന്റെ മാതാവും ഒക്കെ കൂടെ വന്ന് എന്റെ സഭയിലെ വിശ്വാസികൾ വന്ന് അത് പറയാൻ കാരണം, ഇതേപോലെ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴാണ് അത് ആശീർവാദം പറഞ്ഞു തീർന്നപ്പോൾ എന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അറിഞ്ഞു. ആ നിമിഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ വന്നവരെല്ലാം നിങ്ങൾക്ക് ചിരി വരും. എന്നാലും ഞാൻ പറയാണ്, ആൺകുഞ്ഞെന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമല്ല. പക്ഷേ അത് നോക്കി അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്. എന്റെ ദൈവം മോശത്തോടെ പറയുന്ന ദൈവമല്ലെന്ന് സ്വതന്ത്രം. അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. അത് വിശ്വസിക്കുക തന്നെ ചെയ്യണം. ആമൻ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യ്. അതിന്റെ ആമ പൂർണ്ണതയിൽ ചെന്ന് ചേരുവാനിടയാവും. വേഗത്തെ താഴോട്ട് വായിച്ച സമയം ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടുവെന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ചു മാത്രം. അവനെ കണക്കിട്ടെന്ന് വിചാരിച്ച അവനെ മാത്രമല്ല, പിന്നെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മെ കൂടെ വിചാരിച്ചാ പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? നമുക്കും കൂടെയാണ്. ആ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസം വാശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യം. നമ്മൾ കാണാത്തത് ചിലത് നമുക്ക് മറയാതെ നമ്മുടെ മുന്നിലുണ്ട്.
അത് വെളിപ്പെടുന്ന സമയം അടുത്തു വരികയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, സാഹചര്യങ്ങൾ നോക്കി വിശ്വാസത്തിന്റെ പുറകോട്ട് മാറാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് വേർതിരിച്ചെന്നാൽ ബഹുമാനിയ ഒരിക്കൽ കൂടെ നന്ദിയും മുന്നണത്തെ പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേട്ട എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം ഈ വചനങ്ങളെ നമ്മളെ അധികരിക്കപ്പെടട്ടെ. ആമേൻ.